രാമായണം ക്വിസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കുറച്ച് പ്രധാന ചോദ്യങ്ങൾ. പുഷ്പക വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സീതയ്ക്ക് ആദ്യമായി ശ്രീരാമൻ കാണിച്ചു കൊടുത്ത സ്ഥലം ഏതായിരുന്നു? രാമരാവണ യുദ്ധഭൂമി. രാവണ യുദ്ധഭൂമിയാണ് കാണിച്ചു കൊടുത്തത്. രാവണനെ വധിച്ച ശേഷം അയോധ്യയിൽ ശ്രീരാമൻ ആദ്യമായി എത്തിയ പുണ്യ ദിവസം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ദീപാവലിയായി ആണ് ആഘോഷിക്കുന്നത്. ഹനുമാൻ ശ്രീരാമനോട് ചോദിച്ച വരം എന്താണ്? ശ്രീരാമൻ്റെ നാമം ജപിച്ചുകൊണ്ട് എന്നും ഭൂമിയിൽ വാഴാൻ അവസരം ലഭിക്കണമെന്ന്. രാമായണ പാരായണം കൊണ്ടുള്ള ഫലം എന്ത്? മോക്ഷപ്രാപ്തി. കുബേരൻ പുഷ്പക വിമാനം നൽകിയത് ആര്? ബ്രഹ്മാവ്. സീതയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ മനക്കണ്ണുകൊണ്ട് മുൻകൂട്ടി അറിഞ്ഞ മഹർഷി വാൽമീകി മഹർഷി. ബ്രാഹ്മണ ശാപത്താൽ ഓന്തായി മാറിയ രാജാവ് സുഗമ മഹാരാജാവ്. ആരുടെ ശാപത്താലാണ് ദണ്ഡൻ്റെ രാജ്യം ദണ്ഡകോരണ്യം എന്ന വനമായി തീർന്നത്? എന്താണ്? ആരുടെ ശാപത്താലാണ് ദണ്ഡകൻ്റെ രാജ്യം ദണ്ഡകാരണ്യം എന്ന വലിയ വനമായി തീർന്നത്? ശുക്രമഹാരാജാവിൻ്റെ ശാപത്താൽ. താൻ തന്നെ എഴുതിയ രാമായണ കാവ്യം വാൽമീകി ആരെയാണ് പഠിപ്പിച്ചത്? ലവനെയും കുശനെയും. കുശലവന്മാർ രാമായണം എവിടെ വെച്ചാണ് പാടിയത്? ശ്രീരാമൻ്റെ യാഗശാലയിൽ. ശത്രുഘ്നൻ്റെ പുത്രന്മാർ ആരെല്ലാം? സുബാഹു, ശത്രുഘാതി. വിഷ്ണുലോകം ലഭിക്കാൻ ഭക്തന്മാർ എന്തു ചെയ്യണം? ശ്രീരാമനിൽ ഉറച്ച ഭക്തിയോടെ അധ്യാത്മരാമായണം പാരായണം ചെയ്യുക. അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുത്തതാര്? ശ്രീരാമൻ. ശ്രീരാമൻ്റെ മറ്റൊരു പേര് ദാശരഥി. ശ്രീരാമൻ്റെ സമീപം ഹനുമാൻ ആദ്യമായി ചെന്നത് ഏത് രൂപത്തിൽ? സന്യാസിയുടെ വേഷത്തിൽ. സീതയോട് ലങ്കയിൽ വെച്ച് സ്നേഹത്തോടെ പെരുമാറിയ രാക്ഷസി ആര്? ത്രിജട. സുഗ്രീവൻ്റെ സഹോദരൻ ആര്? ബാലി. ബാലിയുടെ രാജ്യം താര. സുഗ്രീവൻ്റെ ഭാര്യ രുമ. ബാലി കയറാമല ഏത്? ഋഷ്യമൂകാചല പർവ്വതം. അഗതൻ്റെ പിതാവ് ബാലി. പരശുരാമൻ്റെ വില്ല് ഏത്? വൈഷ്ണവചാപം. പരശുരാമൻ ആർക്കാണ് വൈഷ്ണവചാപം നൽകിയത്? ശ്രീരാമന്. രാമനെയും ലക്ഷ്മണനെയും സുഗ്രീവൻ്റെ സമീപം ഹനുമാൻ എത്തിച്ചത് എങ്ങനെ? ഹനുമാന്റെ ഇരുതോളിലും ഇരുത്തി ഭക്തിയോടെ. ശ്രീരാമൻ്റെ യജ്ഞഭൂമി ഏത്? നികുംബില. വർഷകാലത്ത് ശ്രീരാമൻ അനുഷ്ഠിച്ച വ്രതം ചാതുർമാസ്യ വ്രതം. ഹനുമാന്റെ പിതാവിൻ്റെ പേര് വായു ഭഗവാൻ. ഹനുമാൻ ഏത് പർവ്വതത്തിൽ നിന്നാണ് ലങ്കയിലേക്ക് പോയത്? മഹേന്ദ്ര പർവ്വതം. ബാലി ആരാണ്? സുഗ്രീവൻ്റെ മൂത്ത സഹോദരൻ. ബാലിയിൽ നിന്ന് രക്ഷ നേടാൻ സുഗ്രീവൻ ഓടിയൊളിച്ചത് എവിടെ? ബാലികേറ മലയിൽ. വിരാതനായി മാറിയ ഗന്ധർവൻ തമ്പുരു. ശ്രീരാമനും സുഗ്രീവനും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടി എന്ത്? രാവണനെ വധിച്ച് രാജാവാക്കി തരാമെന്നും സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ സുഗ്രീവൻ തിരിച്ച് സഹായിക്കണമെന്നും. ഇത്രയും ആണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇനി രാമായണ മാസത്തെക്കുറിച്ച് ഒരു 2 വാക്ക്. രാമായണ മാസം അല്ലെങ്കിൽ കർക്കടക മാസം ആരംഭിച്ചിരിക്കുകയാണല്ലോ. പഴമക്കാർ പറയുന്ന പോലെ ദുർഘടകം അല്ലെങ്കിൽ ദുരിതവും ദാരിദ്ര്യവും നിറഞ്ഞ മാസത്തെ നാം എന്താണ് ചെയ്യുന്നത്? ശ്രീരാമ പൂജ കൊണ്ട് മറികടക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി വീടുകളിലും ക്ഷേത്രങ്ങളിലും സ്കൂളുകളിലും എല്ലാം നമ്മൾ രാമായണ പാരായണവും ഭക്തർ ക്ഷേത്ര ദർശനവും എല്ലാം നടത്തി വരികയാണ് ചെയ്യുന്നത്. പിന്നെ വീടുകളിൽ പ്രധാനമായി ഒരു മാസക്കാലം നമ്മൾ ശിവോതിക്ക് വെക്കുക എന്ന് പറഞ്ഞ ഒരു ഐശ്വര്യ ദേവതയെ കുടിയിരുത്തുക, അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഹിന്ദു വീടുകളിൽ നടത്തി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദുഃഖത്തെയും ദുരിതത്തെയും പൂജ കൊണ്ടും ശ്രീരാമഭക്തി കൊണ്ട് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുകയെന്ന ചടങ്ങാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികളിൽ ചെറിയ അവബോധം വളർത്തുന്നതിന് വേണ്ടിയാണ് രാമായണ പാരായണവും രാമായണം ക്വിസും മറ്റും സ്കൂളുകളിൽ നടത്തി വരുന്നത്. അതിന് പിന്തുണ നൽകിക്കൊണ്ട് ചെയ്ത ഒരു ചെറിയ ക്ലാസ്സാണിത്. എല്ലാവരും ഇതിനെ
ലൈക്ക് ചെയ്യുകയും എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.